ഉലമാക്കളും ഉമറാക്കളും എല്ലാവരും ഒരുമിച്ചുകൂടി. എന്നിട്ട് മഹാനായ ടിപ്പു സുൽത്താൻ ചോദിക്കുകയാണ്, പ്രായപൂർത്തി എത്തിയത് മുതൽ കേൾക്കണം, ഇത് കേൾക്കുമ്പോൾ കണ്ണു തള്ളിപ്പോകും, ഇത് കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. പ്രായപൂർത്തി എത്തിയത് മുതൽ, ശ്രദ്ധിക്കുന്നുണ്ടോ? പ്രായപൂർത്തി എത്തിയത് മുതൽ, അഥവാ ഒരു പുരുഷന്റെ 15 വയസ്സ് മുതൽ ഒരു പെണ്ണിന്റെ 12 വയസ്സ് മുതൽ ജമാഅത്ത് നഷ്ടപ്പെടാതെ നിസ്കാരം ഖളാ ആവാത്തതല്ല. ഒരു ജമാഅത്തും ഇന്നേ വരെ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുള്ള ആളുകൾക്ക് ഈ പള്ളിയുടെ ഉദ്ഘാടനം നടത്താമെന്ന് പറഞ്ഞപ്പോ അവിടെയുള്ള ആലിമീങ്ങൾ എണീറ്റില്ല, അവിടെയുള്ള ഉമറാക്കൾ എണീറ്റില്ല. ഒരാളെയും കാണാതിരുന്നപ്പോ മഹാനായ ടിപ്പു സുൽത്താൻ എണീറ്റുകൊണ്ട് പറഞ്ഞു, എന്റെ പ്രായപൂർത്തി എത്തിയത് മുതൽ ഇന്നേ വരെ ഒരു ജമാഅത്ത് പോലും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. നമുക്ക് നിസ്കാരം കളായിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? പ്രായപൂർത്തി എത്തിയത് മുതൽ നിസ്കാരം കളായിട്ടില്ല. എന്ത് നിസ്കാരം? മീറ്റിംഗ് ആണ്, തിരക്ക് പിടിച്ച മീറ്റിംഗ്, നിസ്കാരം കളായി. പൊന്നു സഹോദരങ്ങളെ, ആ മീറ്റിംഗ് നഷ്ടമാണ്. നിസ്കാരം കളാക്കിയിട്ടുള്ള മീറ്റിങ്ങുകൾ. വാല് തന്നെ പേടിയാണ്. രാത്രി 1 മണി വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന വാല്. ഇനി നിങ്ങൾ മിക്കവാറും പല ആളുകൾ വീട്ടിലെത്തുമ്പോൾ 2 മണി 3 മണി കടന്നുറങ്ങി, സുബഹി നഷ്ടപ്പെട്ടു. കഷ്ടമാണ്, പേടിയാണ് ആ വിഷയങ്ങളൊക്കെ. അല്ലാഹു നിസ്കാരമൊന്നും നഷ്ടപ്പെടാതെ മരണം വരെ നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ പ്രായപൂർത്തി എത്തിയത് മുതൽ ഒരു ജമാഅത്തും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മഹാനായ ടിപ്പു സുൽത്താൻ പള്ളി ഉദ്ഘാടനം ചെയ്ത ചരിത്രമാണിത്. ആരാണ് ടിപ്പു സുൽത്താൻ? നമ്മളെവിടെ നമ്മൾക്ക് കിട്ടിയ ഉത്തരവാദിത്തം പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്, അല്ലേ? ഒരു സംഘടനയുടെ സെക്രട്ടറിയാണ്, ഒരു പാർട്ടിയുടെ ലീഡറാണ്, ഒരു പള്ളിയുടെ സെക്രട്ടറിയാണ്, ഒരു സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തമുണ്ട്. ഇതിന്റെ പേരിൽ നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവർ എത്രയോ രാജ്യങ്ങൾ ഭരിച്ചിരുന്ന, നമ്മുടെ രാജ്യത്തിന്റെ എത്രയോ സ്ഥലങ്ങൾ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരോട് പടപൊരുതാതെ ഒരു ദിവസം പോലും അദ്ദേഹത്തിനുണ്ടായിട്ടില്ല. എന്നിട്ട് പോലും ഒരു ജമാഅത്ത് നഷ്ടപ്പെടാതെ മഹാനായ ടിപ്പു സുൽത്താൻ നിസ്കരിച്ചുവെങ്കിൽ മാതൃകയാക്കേണ്ടത് ടിപ്പു സുൽത്താനെയാണ്, ചെഗുവേരയല്ല. ചെറുപ്പക്കാർക്ക് ഇന്ന് റോൾ മോഡൽ ചെഗുവേരയാണ്. ആരാണ് ചെഗുവേര? എന്താണ് ദീനിന് നൽകിയത്? എന്ത് സംസ്കാരമാണ് പഠിപ്പിച്ചത്? നാടിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി എന്താണ് നൽകിയത്? ചില ചെറുപ്പക്കാരുണ്ട്, വിവരമില്ലാത്ത തോന്നിവാസങ്ങളുടെ ആഭാസങ്ങൾ ചെയ്തു കൂട്ടിയ ചെഗുവേരയെ പോലെയുള്ള ചില ആളുകൾ റോൾ മോഡലായി കാണുമ്പോ പരിശുദ്ധമായ ദീനിന്റെ സംസ്കാരത്തിന്റെ പടവാളുയർത്തിയ മഹാന്മാരായ ടിപ്പു സുൽത്താനെ പോലെയുള്ള റോൾ മോഡലുകളെ മറന്നുപോകുന്നവർ മഹാനായ ശംസുൽ ഉലമയുടെ സമീപത്തേക്ക് കടന്നു വന്നിട്ട്, മൈസൂരിൽ എനിക്കൊരു എക്സാം ഉണ്ട്, ഒരു പരീക്ഷയുണ്ട്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ശംസുൽ ഉലമ, ആരാണ് ശംസുൽ ഉലമ? ശംസുൽ ഉലമയ്ക്ക് ശേഷം അദ്ദേഹത്തെ കവച്ചു വെക്കുന്ന ഒരു പണ്ഡിതൻ ഇവിടെ കടന്നു വന്നിട്ടില്ല. ഉണ്ടോ? ശംസുൽ ഉലമയുടെ വഫാത്തിന്റെ ശേഷം അദ്ദേഹത്തെ കവച്ചു വെക്കുന്ന ഒരു ആലിം ഇവിടെ കടന്നു വന്നിട്ടില്ല. ആ ശംസുൽ ഉലമ പറഞ്ഞത്, മൈസൂരിലാണ് എക്സാം എങ്കിൽ അവിടെ മൂപ്പരെടുത്ത് പോയി ദുആ ചെയ്തോളൂ. ആരാണ് മൂപ്പർ? മഹാനായ ടിപ്പു സുൽത്താന്റെ മക്ബറയുണ്ട്, അവര് വലിയാണ്, അവിടെ പോയി ദുആ ചെയ്തോളൂ എന്ന് ശംസുൽ ഉലമ പറയണമെങ്കിൽ സിറിന്റെ രഹസ്യങ്ങളുടെ കലവറ തുറന്നു തന്ന, ഒരുപാട് രഹസ്യങ്ങൾ അറിഞ്ഞിരുന്ന മഹാനായ ശംസുൽ ഉലമ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ടിപ്പു സുൽത്താൻ നമ്മൾ കണ്ടതുപോലെയല്ല. അദ്ദേഹം വലിയാണ്. അദ്ദേഹത്തെ വലിയാക്കാൻ തന്നെയാണ് ഉപ്പയുടെയും ഉമ്മയുടെയും ആഗ്രഹം. പക്ഷേ രാജാവാക്കാൻ തീരുമാനിച്ച അനുജൻ മരിച്ചപ്പോഴാണ് 12ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ സൂഫി മേഖലയിൽ നിന്ന് അധികാരത്തിന്റെ മേഖലയിലേക്ക് കൊണ്ടുവരുന്നത്. പഠിക്കണം ചെറുപ്പക്കാരാ. ടിപ്പു സുൽത്താനെ പോലെയുള്ള, ഔറംഗസീബിനെ പോലെയുള്ള, ആരാണ് ഔറംഗസീബ് എന്ന് പറയുന്നത്? പരിശുദ്ധമായ ഇന്ത്യ കണ്ട സൂഫി വര്യനായ ഭരണാധികാരിയാണ്. വസ്ത്രം തുന്നിച്ചേർത്തതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിച്ച ആളാണ്. കീറിപ്പറിഞ്ഞ കുപ്പായങ്ങൾ ധരിച്ച രാജാവാണ് അദ്ദേഹം. മഹാനായ ഔറംഗസീബ് യുദ്ധത്തിന് പോയി ബൽഖ് എന്ന് പറയുന്ന സ്ഥലത്ത് ഉസ്ബക്കുകളുമായി യുദ്ധത്തിന് പോയപ്പോ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഉച്ചയുടെ ളുഹ്ർ ബാങ്ക് വിളിക്കുന്നത്.
ഉച്ചയുടെ ളുഹർ ബാങ്ക് വിളിക്കുമ്പോ ഔറംഗസീബ് പട്ടാളക്കാരനാണ്, യുദ്ധത്തിന്റെ പടക്കളത്തിലാണ്, രണാങ്കണത്തിലാണുള്ളത്. ആ രണാങ്കണത്തിൽ വെച്ചിട്ട് യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി ആളുകളോട് കൽപ്പന പുറപ്പെടുവിച്ചപ്പോ പട്ടാളക്കാർ ചോദിച്ചു, വേണോ അമീറേ ഇത്, വേണോ അമീറേ ഇത്, ഇത് നമ്മൾ ആത്മഹത്യപരമല്ലേ? ശത്രുക്കൾ നാലു ഭാഗം വളഞ്ഞു നിൽക്കുമ്പോ നിസ്കരിക്കുക എന്ന് പറയുന്നത് അപകടമല്ലേ? അദ്ദേഹം കേൾക്കാതെ ജമാഅത്തായി ളുഹർ നിസ്കരിച്ചപ്പോ തൊട്ടപ്പുറത്തുള്ള ഉസ്ബക്കുകാരായ ആളുകൾ ഈ നിസ്കാരം കൊണ്ട് പേടിക്കുകയും ഇത്രത്തോളം അല്ലാഹുവിനെ പേടിയുള്ള ഒരാളോട് യുദ്ധം ചെയ്യുന്നത് തന്നെ അപകടമാണെന്ന് പറഞ്ഞ് വാള് വെച്ചു, ആയുധം വെച്ചു, മഹാനായ ഔറംഗസീബിന്റെ മുമ്പിൽ മുട്ടുമടക്കിയിട്ടുണ്ട്. തന്റെ പിതാവ് ഷാജഹാൻ താജ്മഹൽ നിർമ്മിച്ചപ്പോ യമുനയുടെ മറുഭാഗത്ത് മറ്റൊരു താജ്മഹൽ അതിന് തത്തുല്യമായി ദ്വാരമൊന്നും കൂടി നിർമ്മിക്കാൻ ആളുകളെ ഏൽപ്പിച്ചിട്ട് ആ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മരിച്ചു പോകുന്നത്. അപ്പോഴാണ് ഔറംഗസീബ് പറഞ്ഞത്, ഉപ്പ ചെയ്തതാണെങ്കിലും ശരി തെറ്റ് തന്നെയാണ്. ജനങ്ങളുടെ ഖജനാവിൽ നിന്ന്, ജനങ്ങളുടെ സമ്പാദ്യങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ശവകുടീരം നിർമ്മിക്കുന്നത് നല്ലതല്ല, പൊളിച്ചു മാറ്റാൻ പറഞ്ഞു. ആ പാലവും രണ്ടാമത്തെ താജ്മഹലും. ഇങ്ങനെയുള്ള മഹാന്മാരാണ് നമ്മുടെ റോൾ മോഡൽ, ചെഗുവേരയല്ല. എന്താ പഠിക്കാത്തത് എന്റെ ചെറുപ്പക്കാരൻ? പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം നമ്മൾ. ഇങ്ങനെയുള്ള മഹാന്മാരാണ്. ആരാണ്? സലാഹുദ്ദീൻ അയ്യൂബി. ഇങ്ങനെയുള്ള നേതാക്കന്മാർ ഇനി ഇവിടേക്ക് കടന്നു വരുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം ഹബീബിന് തത്തുല്യമായ ഒരാൾ കടന്നു വന്നിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ശേഷം സിദ്ദീഖ് തങ്ങളുടെ പകരക്കാരൻ വന്നിട്ടില്ല. ഉമർ തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഉമർ തങ്ങൾക്ക് പകരക്കാരൻ വന്നിട്ടില്ല. ഉസ്മാൻ തങ്ങൾക്ക് ശേഷം ഉസ്മാൻ തങ്ങളെ പകരം വെക്കാൻ പറ്റുന്ന ഒരാൾ വന്നിട്ടില്ല. അലി തങ്ങൾക്ക് ശേഷം വന്നിട്ടില്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾക്ക് ശേഷം വന്നിട്ടില്ല. പറഞ്ഞു വന്നത് സലാഹുദ്ദീൻ അയ്യൂബിയെ പോലെയുള്ള ഒരാൾ ഇന്നുണ്ടാകുമെന്നല്ല. സിദ്ദീഖ് തങ്ങളുടെ പ്രജകളല്ല ഇന്നത്തെ പ്രജകൾ, ഹബീബിന്റെ പ്രജകളല്ല ഇന്നത്തെ പ്രജകൾ. ഓരോ കാലത്തിന് അനുയോജ്യരായ നേതാക്കന്മാരാണ് അള്ളാഹു ഏൽപ്പിക്കുന്നത്. ചില ആളുകൾ പറയുന്നുണ്ട്, ചില രാഷ്ട്രീയ നേതാക്കൾ മുൻപ് കഴിഞ്ഞു പോയ ഇന്നാലിന്ന ബാഫയ്ക്ക് തങ്ങൾ പോലെ അല്ലല്ലോ ഇന്നത്തെ നേതാക്കള്. പൊന്നാര മുഅ്മിനീങ്ങളെ, അന്നത്തെ ആളുകളെ പോലെയല്ല ഇന്നത്തെ അണികളും. അത് മനസ്സിലാക്കണം. ബാഫയ്ക്ക് തങ്ങളെ പോലെയല്ലല്ലോ ഇന്നത്തെ നേതാക്കൾ. അത് പറയണ്ട. ബാഫയ്ക്ക് തങ്ങളുടെ കാലത്തുണ്ടായിരുന്ന അണികളല്ല ഇന്നത്തെ അണികൾ. അണികൾ മാറി, നേതാക്കളും മാറി. അതങ്ങനെയാണ്. ഇനി ബാഫയ്ക്ക് തങ്ങൾക്ക് പകരം വെക്കുന്ന ഒരാൾ വരാനില്ല. അതുകൊണ്ട് പകരക്കാരില്ല, പകരക്കാർ വരൂല്ല. പറഞ്ഞല്ലോ, ഗസാലി ഇമാം 1000 വർഷം മുമ്പ് മരിച്ചുപോയ മഹാനാണ്. അദ്ദേഹത്തിന്റെ പകരക്കാരൻ 1000 വർഷത്തിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷേ അവരുടെ ജീവിതത്തിന്റെ മാതൃകകൾ നമ്മൾ പഠിച്ച് ഒരുപാട് കാര്യങ്ങൾ സ്വയത്തമാക്കി അവരെ പോലെ ആവാൻ നമ്മൾ അധ്വാനിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സലാഹുദ്ദീൻ അയ്യൂബി എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ, യുദ്ധത്തിന്റെ സമയത്തൊക്കെ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ രാത്രി മുഴുവനും നിസ്കരിച്ചുകൊണ്ട് കരഞ്ഞ് സുബഹി വരെ ഉറക്കൊഴിക്കുമായിരുന്നു. ക്രൈസ്തവരുടെ കയ്യിൽ നിന്ന് ഖുദ്സ് കീഴടക്കിയ മഹാനാണ് സലാഹുദ്ദീൻ അയ്യൂബി. വലിയ സൂഫി വര്യനാണ്, വലിയ മഹാനാണ്. അധികാരം കയ്യിലുണ്ടായിട്ടും അവരുടെ നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല. അധികാരം കയ്യിലുണ്ടായിട്ടും അവർക്ക് ദീനീ ചിട്ടയിൽ നിന്ന് അവർ മാറിയിട്ടില്ല. ശ്രദ്ധിക്കണം എന്റെ സഹോദരങ്ങളെ, ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്, തട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മഹാന്മാരായ സലാഹുദ്ദീൻ അയ്യൂബിയെ പോലെ, ടിപ്പു സുൽത്താനെ പോലെയുള്ള, ഔറംഗസീബിനെ പോലെയുള്ള വളരെ പ്രഗത്ഭരായ ആളുകളെയാണ്, അവരുടെ ചരിത്രമാണ് നമ്മൾ പഠിക്കേണ്ടത്. അവരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നതും അത് തന്നെയാണ്. ഗൗസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഗൗസുൽ ആലമിനെ അറിയാത്ത ആളുകളുണ്ടോ? മുതലായ റമളാനിൽ 30 നാളിലും മുല കൂടിക്കും കാലം മുലയത്തോടാ ചോവർ. കേട്ടിട്ടില്ലേ? പോയി മുഅ്മിനീങ്ങൾ. പണ്ടൊക്കെ വീട്ടുകളിൽ മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഓതാറുണ്ടായിരുന്നു. എല്ലാം ശിർക്കുമായി ബിദ്അത്തായി. ഇപ്പം എല്ലാവർക്കും സിനിമയും സീരിയലും മതി. അപ്പൊ ശിർക്കുമില്ല, ബിദ്അത്തുമില്ല. മുതലായ റമളാനിൽ 30 നാളിലും മുല കൂടിക്കും കാലം മുലയത്തോടാ ചോവർ.
കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽഭകം എന്നോവർ. കോയോട് മുള്ളോട് കൂകന്ന് ചെന്നാരെ കൂഷാതെ കൂകി പാറപ്പിച്ച് വിട്ടോവർ. മഹാനായ മുഹയ്യദ്ദീൻ ശൈഖ് 1-ാമത്തെ വയസ്സിൽ ഫത്വ നൽകിയ മഹാനാൻ. 1-ാമത്തെ ദിവസം ഫത്വ നൽകി, 1-ാമത്തെ വയസ്സിൽ ഫത്വ നൽകി. എന്ത് ഫത്വ? മുഹയ്യദ്ദീൻ ശൈഖ് ജനിച്ചപ്പോ എല്ലാവരും പ്രസവിച്ച കുഞ്ഞിനെ പാല് നൽകാൻ വേണ്ടി മാറോട് ചേർത്ത് പിടിക്കുമ്പോ മഹാനായ മുഹയ്യദ്ദീൻ ശൈഖ് പാല് കുടിക്കുന്നില്ല. മുലയിൽ നിന്ന് തന്റെ ചുണ്ടിനെ തട്ടിമാറ്റുകയാണ്. ഉമ്മയ്ക്ക് വേദനയായി. വീട്ടിലുള്ള മറ്റുള്ള ആളുകളെ വിളിച്ചു കുടിക്കുന്നില്ല, അയൽവാസികളെ വിളിച്ചോ കുടിക്കുന്നില്ല, കുടുംബക്കാരെ വിളിച്ചോ കുടിക്കുന്നില്ല, നാട്ടുകാരെ വിളിച്ചോ കുടിക്കുന്നില്ല. എല്ലാവരും വിഷമത്തിലാണ്. അന്ന് രാത്രി നോമ്പ് തുറന്ന ഉടനെ, നോമ്പിന്റെ കാലമാണ്. നോമ്പ് തുറന്ന ഉടനെ മുഹയ്യദ്ദീൻ ശൈഖിനെ മാറോട് ചേർത്ത് ഉമ്മ പാല് നൽകിയപ്പോ ആവേശത്തോടെ കുടിച്ചു. പ്രസവിച്ച ദിവസം തന്നെ നോമ്പ് നോറ്റ മഹാനാണ് മഹാനായ മുഹയ്യദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി. 30 ദിവസം നോമ്പ് നോറ്റു. ആദ്യത്തെ 30 ദിവസം നോമ്പ് നോറ്റു. പിന്നെ അടുത്ത വർഷമായി നോമ്പിന്റെ സമയമായപ്പോ നിലാവ് നോക്കാൻ വേണ്ടി, ചന്ദ്രനെ കാണാൻ വേണ്ടി ആളുകളൊക്കെ പുറത്തിറങ്ങി. അനസ് റളിയല്ലാഹു അൻഹു വാർദ്ധക്യകാലത്ത് എല്ലാവരും സുന്നത്താണ്. റമളാൻ 1 ചന്ദ്രനെ കാണൽ സുന്നത്താണ്. അത് ഉണ്ടോ ഇല്ലെന്ന്, കണ്ടാലും കണ്ടില്ലേലും ഏതെങ്കിലും ഉയരത്തിൽ പോയി കാണൽ സുന്നത്താണ്. അങ്ങനെ അനസ് റളിയല്ലാഹു അൻഹു പോയി. ആർക്കും കണ്ടില്ല. അനസ് റളിയല്ലാഹു അൻഹുവിന് മാത്രം ചന്ദ്രനെ കണ്ടു. ഞാൻ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും പോയിട്ട് നോക്കി. എവിടെ? ഞങ്ങൾ കാണുന്നില്ലല്ലോ. നിങ്ങൾ ഈ വാർദ്ധക്യ കാലത്ത് നിങ്ങൾ എങ്ങനെ കാണുന്നത്? അല്ലല്ലോ, ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ? അപ്പൊ ഒരാൾ പോയിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ പിരികം ഇങ്ങനെ വടിച്ചു കൊടുത്തു. ഇനി കാണുന്നുണ്ടോ? കാണുന്നില്ല. സംഭവം, ഒരു പിരികം ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ തള്ളി നിന്നപ്പോ അത് അദ്ദേഹം ചന്ദ്രകലയായി കണ്ടുപോയതാണ്. ആ വാർദ്ധക്യ കാലത്ത് വരെ പുറത്തിറങ്ങി ചന്ദ്രനെ നോക്കി സുന്നത്താണ്. അങ്ങനെ ആളുകൾക്ക് ഇറങ്ങി ചന്ദ്രനെ കാണുന്നില്ല. മേഘാവൃതമായ രാത്രി. ഇനിയിപ്പോ ചന്ദ്രനെ കാണുന്നില്ല, നോമ്പാണോ അല്ലേ എന്ന് എങ്ങനെ ഇപ്പൊ മനസ്സിലാവുക? അപ്പോഴാണ് ചില ആളുകൾ പറഞ്ഞത്, നാളെ രാവിലെ മുഹയ്യദ്ദീൻ എന്ന് പറയുന്ന കുഞ്ഞ് പാല് കുടിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കാം. സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഉമ്മ പാല് കൊടുത്തു, കുടിക്കുന്നില്ല. റമളാൻ 1 തീരുമാനിച്ചു. അതാണ് പറഞ്ഞത്, മുതലായ റമളാനിൽ 30 നാളിലും മുല കൂടിക്കും കാലം മുലയെ തോടാത്തോവാർ. ആരാണ്? മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുകയാണ്, മാ വസൽതു ഇലല്ലാഹി തആല ബിഖിയാമി ലൈലിൻ. രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചത് കൊണ്ടല്ല എനിക്ക് ഈ സ്ഥാനം ലഭിച്ചത്. വലാ സിയാമി നഹാരിൻ. പകൽ മുഴുവനും നോമ്പെടുത്തത് കൊണ്ടുമല്ല എനിക്ക് ഈ സ്ഥാനം ലഭിച്ചത്. വലാകിൻ വസൽതു ഇലല്ലാഹ്. അല്ലാഹു എനിക്ക് ഈ സ്ഥാനം തരാനുള്ള കാരണം ബിൽ കറമി വത്തബാലുഇ വസലാമത്തി സ്വദരി. എന്റെ സ്വഭാവം കൊണ്ട്, എന്റെ ഔദാര്യം കൊണ്ട്, എന്റെ മാന്യത കൊണ്ട്, എന്റെ വിനയം കൊണ്ട്, എന്റെ സംശുദ്ധമായ മനസ്സുകൊണ്ടാണ് എനിക്ക് ഈ ഉന്നതമായ സ്ഥാനങ്ങൾ അല്ലാഹു നൽകിയത്. 24 മണിക്കൂറും പള്ളിയകത്ത് നിന്നതുകൊണ്ടല്ല, 24 മണിക്കൂറും നിസ്കരിച്ചത് കൊണ്ടല്ല, നല്ല സ്വഭാവം കൊണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങൾക്ക് സുത്യർഹമായ സേവനം കാഴ്ചവെച്ചതുകൊണ്ടുമാണ് അല്ലാഹു എനിക്ക് ഉത്തമമായ സ്ഥാനം നൽകിയത് എന്ന് മഹാനായ മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. നിസ്കാരത്തിന്റെ കൂടെ പൊതുപ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങണം ചെറുപ്പക്കാരാ. അത് ചില ആളുകൾ ചെയ്തോട്ടെ, മാറി നിൽക്കണ്ട. സംഘടനാ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ അത് പ്രവർത്തിക്കാൻ ഇവിടെ ചില ആളുകളുണ്ടല്ലോ എന്ന് പറഞ്ഞ് വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കണ്ട. പ്രവർത്തിക്കേണ്ട സമയമാണ്. ദീനിന് വേണ്ടി അധ്വാനിക്കേണ്ട സമയമാണ്. യുവത്വം നഷ്ടപ്പെട്ടാൽ പിന്നെ ഒന്നിനും സമയം കിട്ടൂല. അല്ലാഹു നൽകിയ യൗവന സമയത്ത്, അല്ലാഹു നൽകിയ യുവത്വ സമയത്ത് അല്ലാഹുവിന്റെ ദീനിന്, നാടിന്, സമുദായത്തിന് എന്തൊക്കെ നേട്ടമാണോ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്യണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഉറക്കിൽ നിന്നുണരണേ, സടകുടഞ്ഞെഴുന്നേൽക്കണേ, സമുദായത്തിലേക്ക് ഇറങ്ങണേ, സമൂഹത്തിലേക്ക് ഇറങ്ങണേ, നാട്ടിലേക്ക് ഇറങ്ങണേ. നമ്മൾക്ക് നമ്മളുടെ സൗകര്യം വെച്ച്, നമ്മുടെ സാഹചര്യം വെച്ച് ചെയ്യാൻ പറ്റുന്നതൊക്കെ സഹായങ്ങളായി, സഹകരണങ്ങളായി, പ്രവർത്തനങ്ങളായി ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്,
ഞാൻ സ്വർഗത്തിലൊരാളെ കാണാനിടയായി. എന്തേ അയാൾ സ്വർഗത്തിലേക്ക് പോയത്? ജനങ്ങൾക്ക് വഴി തടസ്സം ചെയ്യുന്ന ഒരു മരമുണ്ടായതിന്റെ പേരിൽ ആ മരത്തെ വെട്ടിമാറ്റിയത് കാരണം അല്ലാഹു ഒരാൾക്ക് സ്വർഗം നൽകുന്നത് ഞാൻ കാണാനിടയായി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്.